ഇന്ത്യയിലെ ഭൂരിഭാഗം വീടുകളിലും വർഷങ്ങളായി LPG സിലിണ്ടറുകളാണ് ഉപയോഗിച്ചു വരുന്നത്. എന്നാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി നഗരങ്ങളിൽ PNG എന്ന പുതിയ സംവിധാനത്തിന് വലിയ പ്രചാരം തന്നെ ലഭിക്കുകയാണ്. പൈപ്പ് ലൈൻ വഴി നേരിട്ട് വീടുകളിലേക്ക് എത്തുന്ന ഈ ഗ്യാസ് സംവിധാനത്തിന് നിരവധി ഗുണങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ പല നഗരങ്ങളിലും LPG സിലിണ്ടറുകളിൽ നിന്ന് PNGയിലേക്ക് ആളുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. സിലിണ്ടർ ബുക്കിംഗ് ബുദ്ധിമുട്ടില്ല എന്നുള്ളതാണ് ഒരു പ്രധാന ഗുണം. LPG ഉപയോഗിക്കുമ്പോൾ സിലിണ്ടർ തീർന്നാൽ വീണ്ടും ബുക്ക് ചെയ്യണം. ചിലപ്പോൾ ഡെലിവറി വൈകാനും സാധ്യതയുണ്ട്. അതൊന്നും ഇവിടെ പ്രശ്നമല്ല. അത് മാത്രമല്ല, കൂടുതൽ സുരക്ഷിതവുമാണ്. PNG വായുവിനേക്കാൾ ലഘുവാണ്. അതിനാൽ ചോർച്ച ഉണ്ടായാലും അത് വേഗത്തിൽ തന്നെ മുകളിലേക്ക് പടരും. അതേസമയം LPG വായുവിനേക്കാൾ ഭാരമുള്ളതാണ്. ചോർച്ചയുണ്ടെങ്കിൽ അത് താഴെ കെട്ടിക്കിടക്കുകയും വലിയ അപകട സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതാണ്. ഉപയോഗിച്ചത്ര മാത്രം ബില്ല് നമ്മൾ കൊടുത്താൽ മതി എന്നുള്ളതാണ് മറ്റൊരു ഗുണം. LPG സിലിണ്ടർ വാങ്ങുമ്പോൾ ഒരുമിച്ച് മുഴുവൻ തുകയും നൽകേണ്ടതുണ്ട്. PNG ഉപയോഗിക്കുമ്പോൾ വെള്ളം, വൈദ്യുതി പോലെ മീറ്റർ അടിസ്ഥാനത്തിൽ ഉപയോഗിച്ചത്ര മാത്രം മാസാന്ത്യം ബില്ലടച്ചാൽ മതിയാകും. പിന്നീട് സംഭരണ പ്രശ്നമില്ല എന്നുള്ളതാണ്. LPG സിലിണ്ടർ വീട്ടിൽ സൂക്ഷിക്കേണ്ടി വരും. ചില വീടുകളിൽ ഇത് സ്ഥല പ്രശ്നവും സൃഷ്ടിക്കും. PNG ആയാൽ സിലിണ്ടർ സംഭരണം വേണ്ട. പൈപ്പ് ലൈൻ വഴി നേരിട്ട് ബർണറിലേക്ക് എത്തും. PNG സാധാരണയായി LPGയേക്കാൾ കുറഞ്ഞ മലിനീകരണം സൃഷ്ടിക്കുന്ന ഇന്ധനമാണ്. അതുകൊണ്ട് തന്നെ പരിസ്ഥിതിക്കും ഇത് കൂടുതൽ സൗഹൃദപരമാണ്. പിന്നീട് എല്ലാവർക്കുമുള്ള സംശയമാണ് PNG എല്ലായിടത്തും ലഭ്യമാണോ എന്നത്. ഇപ്പോൾ ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളായ ഡൽഹി, മുംബൈ, അഹമ്മദാബാദ്, പൂനെ, ബാംഗ്ലൂരു, തമിഴ്നാട് തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ തന്നെ PNG നെറ്റ്വർക്ക് വ്യാപകമായി തന്നെ ലഭ്യമാണ്. എന്നാൽ ഗ്രാമപ്രദേശങ്ങളിലെയും ചെറിയ നഗരങ്ങളിലെയും PNG സൗകര്യം ഇപ്പോഴും വ്യാപകമല്ല. അതുകൊണ്ട് തന്നെ അവിടങ്ങളിൽ LPG സിലിണ്ടറുകളാണ് പ്രധാനമായും ഉപയോഗിച്ചു വരുന്നത്. സൗകര്യം, സുരക്ഷ, തുടർച്ചയായ ഗ്യാസ് വിതരണം എന്നിവ പരിഗണിക്കുമ്പോൾ PNG നിരവധി നഗരങ്ങളിൽ LPG സിലിണ്ടറിനേക്കാൾ മികച്ച പരിഹാരമായി തന്നെ മാറുകയാണ്. എങ്കിലും PNG സൗകര്യം ലഭ്യമല്ലാത്ത പ്രദേശങ്ങളിൽ LPG ഇപ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട അടുക്കള ഇന്ധനമാണ്. അതേസമയം വീടുകളിൽ പൈപ്പിലൂടെ പാചകവാതകം ലഭിക്കുന്നതിന് രജിസ്റ്റർ ചെയ്യുന്ന നഗരവാസികളുടെ എണ്ണം കൂടി വരികയാണ്. ചെന്നൈയിലും തിരുവള്ളൂർ, കാഞ്ചീപുരം തുടങ്ങിയിട്ടുള്ള സമീപ ജില്ലകളിലുമൊക്കെ തന്നെ സംസ്ഥാനത്ത് ഇതുവരെ 1.47 ലക്ഷം വീടുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 12,500 കുടുംബങ്ങൾക്ക് PNG കണക്ഷനും ലഭിച്ചു കഴിഞ്ഞു. 5 വർഷത്തിനുള്ളിൽ എല്ലാ വീടുകളിലും പൈപ്പ് വഴി വാതകം എത്തിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. പാചകവാതക സിലിണ്ടർ ഉപയോഗിച്ച് തീരുമ്പോൾ പുതിയത് ലഭിക്കുന്നതിനുള്ള ബുക്കിംഗും തുടർന്നുള്ള കാത്തിരിപ്പും ഒഴിവാക്കുന്നതിനു വേണ്ടിയാണ് പ്രധാനമായും കൂടുതൽ പേർ ഈ പൈപ്പ് കണക്ഷനിലേക്ക് മാറുന്നത്. വാതക ചോർച്ചയെ തുടർന്നുള്ള അപകടങ്ങൾ തടയാനും ഇത് കൃത്യമായി കണക്ട് ചെയ്തോ എന്ന ആശങ്ക ഒഴിവാക്കലുമൊക്കെ മറ്റൊരു കാരണമാണ്. സദാസമയം തടസ്സമില്ലാതെ വാതകം ലഭ്യമാണെന്നതും തീരുമോ എന്ന ആശങ്ക വേണ്ടെന്നതും നഗരവാസികൾക്ക് വലിയ ആശ്വാസം തന്നെയാണ്. അതേസമയം PNG ലഭ്യമാകുന്ന പ്രദേശങ്ങളിൽ ഉപഭോക്താക്കൾ നിർബന്ധമായും ആ സേവനത്തിലേക്ക് മാറണമെന്നും അല്ലാത്തപക്ഷം നിലവിലെ LPG സിലിണ്ടർ വിതരണം നിർത്തലാക്കുമെന്നുമാണ് ഇപ്പോൾ സർക്കാരിന്റെ പുതിയ ഉത്തരവ്. ഊർജ്ജ സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനും വിതരണ ശൃംഖല ലഘൂകരിക്കുന്നതിനുമായി പുറപ്പെടുവിച്ച പ്രകൃതിവാതക പെട്രോളിയം ഉൽപ്പന്ന വിതരണ ഉത്തരവ് 2026 ഈ ഒരു പുതിയ പരിഷ്കാരം നടപ്പിലാക്കാൻ പോകുന്നത്. പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലെ യുദ്ധ സാഹചര്യവും രാജ്യാന്തര വിപണിയിലെ LPG ക്ഷാമവും കണക്കിലെടുത്തുകൊണ്ടാണ് ആഭ്യന്തരമായി ഉൽപ്പാദിപ്പിക്കുന്ന പ്രകൃതിവാതകത്തിലേക്ക് മാറാൻ സർക്കാർ ജനങ്ങളെ പ്രേരിപ്പിക്കുന്നത്. ഒറ്റ ഇന്ധനത്തെ മാത്രം ആശ്രയിക്കുന്നത് കുറയ്ക്കാനും സുരക്ഷിതമായ ഊർജ്ജ വിതരണം ഉറപ്പാക്കാനും ഇതിലൂടെ തീർച്ചയായും സാധിക്കും. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.